വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരു നഴ്സോ ഡോക്ടറോ ആണോ എങ്കിൽ ഇതുപോലൊരു സെൽഫ് പ്രൊട്ടക്റ്റിംഗ് ഡിവൈസ് നിങ്ങൾക്ക് കൂടിയേ തീരുള്ളൂ. ഇത് വളരെ ചീപ്പ് റേറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതുപോലെ എളുപ്പം പോക്കറ്റിൽ നിങ്ങളുടെ ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ഒക്കെ ഇതുപോലുള്ള കോട്ടുകളിൽ പോക്കറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള സിമ്പിളായിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്ത് ഇതുപോലെ നമ്മൾ ആക്രമിക്കാൻ വരുന്ന ആളുകളുടെ നേരെ ഇതുപോലെ ഒന്ന് പ്രയോഗിച്ചാൽ മതി. അവർ നമ്മളെ നിഷ്പ്രയാസം വിട്ടിട്ട് തെറിച്ച് പോകും. അപ്പോൾ ഈ ഒരു കേരളത്തിലെ ഇപ്പോൾ ഒരു ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. കാരണം നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് എത്തുന്നവർ പ്രതികളാണോ കുറ്റവാളികളാണോ എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവരുടെ മൈൻഡ്, പ്രതികൾ എങ്ങനെയാണ് നമ്മളെ നേരെ അറ്റാക്ക് ചെയ്യുക, ഇതൊന്നും അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ആരും ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട വീഡിയോ ആണ് ഇന്നത്തെ ഈസി വ്ളോഗ്സിൻ്റെ എപ്പിസോഡിൽ. ഈസി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ അജു പത്മനാഭൻ. ഇതൊരു പവർ ബാങ്ക് ആണ്, ഒരു നോർമൽ പവർ ബാങ്ക് ആട്ടോ. അധികം വാട്ടേജ് കൂടിയുള്ള സാധനമൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ഓൾഡ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു റീചാർജബിൾ ബാറ്ററി നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വലിയ പവർ ബാങ്കൊക്കെ പഴയത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് ഈ ഒരു ബാറ്ററി ഊരിയെടുക്കുക. ഈ ഒരു ബാറ്ററി മാത്രം പോരാ, നമ്മൾ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒരു സെൽഫ് പ്രൊട്ടക്റ്റിംഗ് ടൂൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ലേഡീസിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം. മെയിൻലി ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ഈ വാനിറ്റി ബാഗിലൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു സെൽഫ് പ്രൊട്ടക്റ്റിംഗ് ടൂൾ ഉണ്ടാക്കാൻ പോകണം. ഈ ഒരു ബാറ്ററി മാത്രം പോരാ, അതിന് ഇതുപോലൊരു ഡിവൈസും കൂടെ വേണം. ഇതാണ് ഹൈ വോൾട്ടേജ് ജനറേറ്റർ. ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇൻപുട്ട് ഒരു 3 വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് വോൾട്ടേജ് ഉണ്ടാകും. അതായത് ഒരു 11 kV ഒക്കെ മുകളിലുണ്ടാവും. ഇത് ഞാൻ തള്ളണമൊന്നുമല്ല, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിവൈസിൻ്റെ ഡീറ്റെയിൽസിൽ കാണിച്ചിരിക്കുന്നത്. ഹൈ വോൾട്ടേജാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടൊക്കെ ഇതിനകത്താണ്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെറുതെ ഞാൻ തള്ളുന്നതെന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ ഒരു ഡിവൈസ് വേണം, ഒരു റീചാർജബിൾ ബാറ്ററി. അല്ലെങ്കിൽ സാധാ ബാറ്ററി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. റീചാർജബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് റീചാർജ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടെ ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ചെറിയൊരു സ്വിച്ച്, പുഷ് ബട്ടൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. പുഷ് ബട്ടൺ സ്വിച്ച് അതാകുമ്പോൾ ആ ഒരു പ്രസ്സിങ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വോൾട്ടേജ് വരുള്ളൂ. ഇതാകുമ്പോൾ ഓൺ ആയി തന്നെ പെർമനൻ്റ് ആയിട്ട് ഇരിക്കും. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഒരു സ്വിച്ച് ഉള്ളതാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഈ ഒരു ചെറിയൊരു PVC പൈപ്പിനകത്ത് ഇടാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും എൻഡ് ക്യാപ്പ്, ഇതുപോലെ 2 എൻഡ് ക്യാപ്പ് വെച്ച് അടയ്ക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബോഡിയായിട്ട്, ഈ ഒരു ഡിവൈസിൻ്റെ ബോഡിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ചെവിയിലിടുന്ന ബഡ്സ്, ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കോലുമുട്ടായുടെ ഒക്കെ ഒരു പൈപ്പാണെങ്കിലും മതി. ഈ ഒരു ട്യൂബ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ഈ ഒരു വയർ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അത് നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും എന്തിനാണിത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. എൻഡ് ക്യാപ്പിൽ 2 ഹോൾ ഇട്ട് കൊടുക്കണം. ആ ഒരു ബഡ്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഹോളാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു സ്വിച്ച് വയ്ക്കുന്നത് താഴ്വശത്തായിട്ടാണ്. നമുക്ക് പുഷ് ബട്ടൺ ആണെങ്കിൽ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബട്ടൺ ആയതുകൊണ്ട് ഞാൻ താഴെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. അപ്പം നമുക്കിതിൻ്റെ കണക്ഷൻസൊക്കെ ഒന്ന് മേക്ക് ചെയ്തിട്ട് അതിനകത്ത് സെറ്റ് ചെയ്യാം. അതായിരിക്കും എളുപ്പം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു വയറെടുത്ത് സ്വിച്ചിലേക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്ന് നേരെ വോൾട്ടേജ് ജനറേറ്റർ, അതിന് അവിടെ നിന്ന് നേരെ സ്വിച്ചിലേക്ക്, സ്വിച്ചിൽ നിന്ന് നേരെ ബാറ്ററിയുടെ അടുത്ത പോളിലേക്ക്. ഇനി സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് വർക്കാവും. പക്ഷേ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കണത്, ഇത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോക്കി ചെയ്യണം. ഷോക്കേറ്റ് വടിയായി കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചാനൽ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ, പ്രത്യേകിച്ച് പറയാം. അപ്പോൾ നമ്മൾ ഇനി ഇതെല്ലാം സെറ്റാക്കാൻ പോകണം. ഇതിൻ്റെ സ്വിച്ച് നമ്മൾ ഈ ഒരു എൻഡ് ക്യാപ്പിൽ സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ പൈപ്പിനകത്ത് ഇതെല്ലാം ഇറക്കി വയ്ക്കുകയാണ്.
ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടറ്റത്തെയും പഞ്ഞി കളയാം കേട്ടോ. രണ്ടറ്റത്തെയും പഞ്ഞി കളഞ്ഞോളാം. ഇപ്പോൾ ഈ ഒരു ബഡ്സിൻ്റെ ട്യൂബ് എന്തിനടുത്ത് വെച്ചത് ഇത് ഫ്ലെക്സിബിളാണ് കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബഡ്സിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു ഫ്രീക്വൻസിയിൽ വരുന്ന ആ ഒരു വയർ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി ഈ എൻഡ് ക്യാപ്പിലുള്ള ഹോളിൽ കൂടെ നമ്മളത് ഇൻസേർട്ട് ചെയ്ത് പുറത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അതായത് ഇതിൻ്റെ ടിപ്പൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതേ കണ്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇതിനകത്ത് നടക്കുന്നത്. കാരണം നമ്മൾക്കിത് ജസ്റ്റ് നോക്കിയാൽ കൈ പിടിക്കുമ്പോൾ തന്നെ ആരും വിചാരിക്കില്ല ഇതിനകത്തുനിന്ന് ഇത്രയും ചെറിയൊരു ഡിവൈസിൽ നിന്ന് ഇത്രയും വലിയൊരു സംഭവമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടാണല്ലോ, ഒന്നുകൂടെ ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്ര അധികം സ്പാർക്ക് ഉണ്ടാകുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ചിലപ്പോൾ നമ്മുടെ മെമ്മറി തന്നെ അടിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കിത് പരീക്ഷിച്ച് കാണിക്കാനായിട്ട് ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൃഗത്തിനെ കൊണ്ട് എനിക്ക് സാധിക്കില്ല. കാരണം ഞാനത് ചെയ്യില്ല. കാരണം എനിക്കറിയാം ഇതിൻ്റെ ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ എന്തോരം എഫക്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം നല്ല ഒരു നമ്മുടെ പാറ്റേനെയൊക്കെ പിന്നെ കൊതുകിനെയൊക്കെ കൊല്ലുന്ന ബാറ്റിനേക്കാളും കൂടുതൽ പവർഫുള്ളാണ് ഇതെന്ന് വരുന്നത്. ഹൈ ഫ്രീക്വൻസിയാണ് കേട്ടോ. ഈ ഒരു ഡിവൈസ് നമുക്ക് ആർക്കും ഉപയോഗിക്കാം. ലേഡീസിന് ജസ്റ്റ് വാനിറ്റി ബാഗിലോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഏത് രീതിയിലും കൈപ്പിടിച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടാണ് ഈ ഒരു ഡിവൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നത്. മാക്സിമം ഡോക്ടേഴ്സിനും നഴ്സിനും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, അജു പത്മനാഭൻ.